അരുൺ, നിയമപരമായി ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഷ്ട്രീയമായി ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടു തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായ മാർച്ചും പ്രതിഷേധവും ഒക്കെ കാണുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ച് CPM-ന്റെ ഭാഗത്തുനിന്ന് MV ഗോവിന്ദന്റേതായി ലേഖനം കാണുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചിട്ടുള്ളത്. ഈ ഏത് വിധേനയും രാഹുലിനെ സംരക്ഷിച്ച് നിർത്തുകയാണ് കോൺഗ്രസ് എന്ന ഒരു ആരോപണം ഒരു വശത്ത് ഉന്നയിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത് ഈ രാജി എന്ന് പറയുന്നത് നടപടി സംഘടനാ തലത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി രാജി രാഹുലാണ് തീരുമാനിക്കേണ്ടത് എന്നൊരു നിലപാടിൽ തന്നെ കോൺഗ്രസ് തുടരുകയാണ്. മുഖ്യമന്ത്രി MV ഗോവിന്ദൻ ഇങ്ങനെ എല്ലാവരും പരസ്യമായി രംഗത്തെത്തുമ്പോഴും ഈ ഒരു നിലപാടിൽ ഉറച്ച് എത്രത്തോളം കോൺഗ്രസിന് നിൽക്കാനാവും? അതാണ് അറിയേണ്ടത്. ഗൗരവതരമുള്ള ഒരു വകുപ്പുകൾ ചുമത്തി ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തി രാഹുലിന്റെ കേസെടുത്താൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ മുട്ടാപ്പോക്ക് നയം നിലനിൽക്കില്ല. ഇന്നലെ KP സതീശൻ പറഞ്ഞു തന്നെ തീർത്തും അപക്വമെന്ന് പറയേണ്ട ഒരു പ്രതികരണമാണ്. KPCC ടിക്കറ്റിൽ, കോൺഗ്രസ് ടിക്കറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പാലക്കാട് മത്സരം ജയിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുള്ള അവസരം അദ്ദേഹം നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ അംഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴും സാങ്കേതികമായി അയാൾ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ അംഗം തന്നെയാണ്. അടുത്ത നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ക്ഷണിക്കില്ലെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം MLA അല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പാർട്ടി ടിക്കറ്റ് മത്സരിച്ച ഒരാൾ ജയിച്ചു വന്നാൽ അയാളുടെ രാജി ആവശ്യപ്പെടണമെങ്കിൽ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ എന്ത് ന്യായമെന്ന ചോദ്യമാണ് സ്വാഭാവികമായും KP സതീശന്റെ പ്രസ്താവനയ്ക്ക് നേരെ ഉയരുന്നത്. CPM ആകട്ടെ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. ഈ രാജി യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ തുടർന്ന് തന്നെയാണ് രാഷ്ട്രീയ ഗുണമുണ്ടാക്കുന്ന CPM കരുതുമ്പോഴും അവർ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. DYFI ഷാഫി പറമ്പിനെതിരെ നടത്തിയ പ്രതിഷേധം അടക്കമുള്ളവ അതിന് ഉദാഹരണമാണ്. ഇന്ന് കന്റോൺമെന്റ് ഹൌസിലേക്ക് SFIയുടെ മാർച്ചുണ്ട്. BJP ആകട്ടെ അതിശക്തമായ പ്രക്ഷോഭം എല്ലാ ദിവസവും ഒന്ന് വേണം കന്റോൺമെന്റ് ഹൌസിലേക്ക്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്കെതിരെ മാത്രം ഒരുങ്ങുന്ന ഒരു ആരോപണമായ എല്ലാ BJP കോൺഗ്രസും CPM BJPയും ഒക്കെ എടുക്കുന്നത്. VD സതീശൻ സംരക്ഷിക്കുന്നു. തന്റെ നിയമസഭാ കക്ഷിയിലെ MLA രാജിവെക്കരുതെന്ന് ആവശ്യപ്പെടുന്നത് VD സതീശനാണ്. എന്തിന് രാജിവെക്കുന്നു ചോദിക്കുന്ന VD സതീശനാണ്. അതുകൊണ്ട് VD സതീശനെതിരെ പോലും ആണിപ്പോൾ സമരം. ഇന്നലെയും യുവമോർച്ചയുടെ മാർച്ച് കന്റോൺമെന്റ് ഹൌസിലേക്ക് ഉണ്ടായിരുന്നു. ഇന്ന് SFI അവിടേക്ക് മാർച്ച് നടത്തുകയാണ്. അത്തരത്തിൽ VD സതീശനും ഷാഫി പറമ്പിനുമെതിരെ കൂടി പ്രതിഷേധമായി മാറുകയാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു പൊതുപ്രശ്നമാക്കി മാറ്റിയാണ് ഇപ്പോൾ സമരങ്ങൾ നടക്കുന്നത്. മറുവശത്ത് കോൺഗ്രസും പ്രതിരോധിക്കുന്നുണ്ട്. അവർ ആദ്യം ഈ കന്റോൺമെന്റ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ക്ലിഫ് ഹൌസിലേക്ക് ഒരു ദിവസം മാർച്ച് നടത്തി. ഇന്നലെയും അത്തരം ഒരു മാർച്ചാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അത് ഷാഫി പറമ്പിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇന്നലെ രാത്രി പോയിരുന്നു. ലാത്തിചാർജും പോലീസിനെതിരെ തീപ്പന്തമെറിയിലും അടക്കമുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അങ്ങനെ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി കൂടി മാറുകയാണ്. ഷാഫി പറമ്പിലിനെ തടയാൻ DYFI ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും. ഇന്നലെയും അതുതന്നെയാണ് കണ്ടത്. ഇനിയും അത്തരം നടപടികൾ ഉണ്ടായാൽ ആ രീതിയിലുള്ള സംഘർഷമായത് മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കാലുകുത്താൻ പോലും അനുവദിക്കില്ല എന്ന് CPM-ഉം അതുപോലെ തന്നെ BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയും സ്വാഭാവികമായും രാഹുലിന് പ്രതിരോധവുമായി അയാൾക്കൊപ്പമുള്ളവർ എത്തും. അങ്ങനെ വരുമ്പോൾ വീണ്ടും സംഘർഷമാകും. ഇതൊരു ക്രമസമാധാന നില പോലും തകരാറിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നിരന്തര സമരങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും പോവുകയാണ്. എത്ര നാൾ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട, കേരളത്തിലെ കീഴ്വഴക്കം അതല്ല. ആരോപണ വിധേയനായ മന്ത്രിസ്ഥാനം മാത്രമാണ് രാജിവെച്ചത്. ആരോപണ വിധേയനായ ഇടത് MLA-മാർ രാജിവെച്ചിട്ടില്ല. അവർക്ക് ഇന്നലെ ഒരു ശ്രദ്ധേയമായ കാര്യമുള്ളത്, നേരത്തെ M മുകേഷ് MLA എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി, എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർ രാജിവെച്ചാൽ, ഉദാഹരണത്തിന് മന്ത്രിയെ പോലുള്ള രാജിവെച്ചാൽ ഒരു ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ തിരിച്ചു വരാൻ അവസരമുണ്ടാകും. അങ്ങനെ മന്ത്രിമാർ അധികാരത്തിൽ തിരിച്ചു വന്നിട്ടുമുണ്ട്. പക്ഷേ ഒരു MLA ഒരു ആരോപണത്തിൽ രാജിവെച്ചാൽ അയാൾ കുറ്റം ചെയ്തിട്ട് പിന്നീട് തെളിഞ്ഞാൽ പോലും തിരിച്ചു വരാൻ കഴിയില്ല. അതേ വാചകമാണ് ഇന്നലെ KPCC അധ്യക്ഷനും പറഞ്ഞത്. അതായത് ഈ വിഷയം വരുമ്പോൾ രണ്ടുപേർക്കും ഒരേ ശബ്ദം ഒരേ സ്വരം എന്നുകൂടി പറയേണ്ടി വരും. ഏതായാലും CPM M മുകേഷിനെ സംരക്ഷിക്കാൻ പറഞ്ഞ അതേ വാദമാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നിലനിർത്താൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കോൺഗ്രസ് നേതൃത്വവും പറയുന്നത്. പക്ഷേ ഒരു ഗുരുതരമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ശക്തമായ അന്വേഷണത്തിലേക്ക് പോയി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയും ചെയ്താൽ ഈ പരാതി പറഞ്ഞ പെൺകുട്ടികൾ ഇനിയും പരാതി പറയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അത്തരം അഭ്യൂഹങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾ ഈ പരാതിയിൽ ഉറച്ചു നിന്നാൽ അത് പോലീസിനും ആ മൊഴി നൽകിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഇപ്പോഴത്തെ ഈ രക്ഷപ്പെടാൻ പറയുന്ന തന്ത്രങ്ങളൊന്നും വിലപ്പോകാൻ ഒരു വഴിയുമില്ല. ശ്രീജ, ഒറ്റ കാര്യം കൂടി അരുൺ, ഇന്നലെ നമ്മൾ വടകരയിൽ ഷാഫി പറമ്പിലിന്റെ നേർക്കുള്ളൊരു പ്രതിഷേധവും അതിന് ഷാഫിയുടെ മറുപടിയും ഒക്കെ കണ്ടിരുന്നു. അതിനെ തുടർന്ന് വൈകുന്നേരമുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങളും നമ്മൾ കണ്ടതാണ്. അതായത്
ഇതിനെ രാഷ്ട്രീയമായി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു MP എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണം, അല്ലെങ്കിൽ റോഡിൽ നേരിടുന്നു എന്ന തരത്തിലുള്ള പ്രതീതി, ഇതൊക്കെ ജനിപ്പിച്ച് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടിയുള്ള ഒരു ശ്രമം ഇതിനിടയിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിന് ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയും കരകയറിയേ മതിയാകൂ. ചെറിയൊരു പ്രതിസന്ധിയല്ല കോൺഗ്രസ് നേതൃത്വം വന്നുപെട്ടിരിക്കുന്നത്. ചെറിയൊരു പ്രതിസന്ധിയിലല്ല കോൺഗ്രസ് നേതൃത്വം വന്നുപെട്ടിരിക്കുന്നത്. വളരെ ദുർഘടമായ ഒരു രാഷ്ട്രീയ വഴിയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് സഞ്ചരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ, പക്ഷേ ആഴ്ചകൾ മാത്രമെന്ന് പറയേണ്ട അവസ്ഥയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. 2 തവണ അധികാരത്തിൽ മാറിയുന്ന മുന്നണിയാണ്. ഇത്തവണ സർക്കാരിന് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് അധികാരത്തിൽ തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതീക്ഷയുമായി നിലമ്പൂർ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ കൂടി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ, മുന്നണിയെ വലിയ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് ഏത് വിധേനയും കരകയറിയേ മതിയാകൂ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് 2 രാഷ്ട്രീയ ബോംബുകൾ ഉടൻ പൊട്ടും, അതിൽ കേരളം ഞെട്ടും, BJPയും CPM സന്തോഷിക്കേണ്ട, കാത്തിരിക്കൂ, ശ്രദ്ധിച്ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ വെല്ലുവിളിമായി രംഗത്ത് വന്നത്. അതിനും അപ്പുറത്തേക്കാണ് ഇത്തരം സമരങ്ങൾ വരും. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്റെ വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രതിരോധിക്കാൻ, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ വ്യവസ്ഥയിലേക്കുള്ള മാർച്ച് പോലീസ് തടയേണ്ട എന്ന നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരുന്നു. ആരും വന്നോട്ടെ, ഏത് വിധേനയും ഈ വിഷയം മറികടക്കാനുള്ള വലിയ ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. സ്വാഭാവികമായി ഷാഫി പറമ്പിലിനെതിരെയൊക്കെ പ്രതിഷേധം വരുമ്പോൾ അദ്ദേഹം KPCയുടെ ഉപാധ്യക്ഷനാണ്, അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റാണ്, അതുപോലെ അദ്ദേഹം പ്രധാനപ്പെട്ട യുവജന നേതാവും MPയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ വഴി തടയുമ്പോൾ ഷാഫി പറമ്പിൽ നേരിട്ടതിലൊരു കുറ്റവും ചെയ്ത ആളല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഷാഫിക്കെതിരെയുള്ള ഈ പ്രതിഷേധങ്ങൾ. സ്വാഭാവികമായും വിഷയങ്ങൾ മാറ്റാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെയുള്ള ആരോപണങ്ങളും അതിൽ കോൺഗ്രസിനുണ്ടായ പ്രതിസന്ധിയും ഒക്കെ മറികടക്കാൻ ഇത്തരം രാഷ്ട്രീയ സമരങ്ങൾ ഉപകരിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ടാണ് അവരും ശക്തമായി ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും തിരിച്ചടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നിരന്തരം മാർച്ച് നടത്തുന്നു, അവിടെ പോസ്റ്റർ പതിക്കുന്നു, തീപ്പന്തവുമായി ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിക്കുന്നു, പോലീസിനെ അത് വലിച്ചെറിയുന്നു, അത് സംഘർഷത്തിലേക്ക് മാറുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ അഗാധ ഗർത്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുകയാണ്. സ്വാഭാവികമായും അത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം സമരങ്ങളെ എങ്ങനെയാണ് സർക്കാർ നേരിടാൻ പോകുന്നത്? ഇന്നലെ പോലീസ് തങ്ങൾക്കെതിരെ തീപ്പന്തം വലിച്ചെറിഞ്ഞപ്പോൾ ലാത്തിച്ചാർജ് തയ്യാറായി. ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ വാക്കുകൾ വളരെ വ്യക്തമായി തന്നെ കേൾക്കാമായിരുന്നു. അങ്ങനെ പോലീസിനെതിരെ കഴിഞ്ഞ സമരങ്ങളിലൊക്കെ പോലീസ് അത്തരം ഒരു കടുത്ത നടപടികളിലേക്ക് ഒരിടവും പോയിരുന്നില്ല. നിരവധി സമരങ്ങൾ വീണാ ജോർജിനെതിരെ മറ്റും നടക്കുമ്പോഴൊക്കെ പോലീസ് കടുത്ത നടപടിയിലേക്ക് ഒരിടവും കടന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ പോലീസിനും അത് കഴിഞ്ഞില്ല. അത്രയധികം പോലീസ് പ്രകോപിപ്പിച്ചുകൊണ്ടാണ് തീപ്പന്തമടക്കം പോലീസ് വാഹനങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞത്. അവിടെ പോലീസ് നടപടിക്ക് നിർബന്ധമാവും. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ഈ വിഷയങ്ങൾ മാറിപ്പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടാകാം. അതുകൂടി ശ്രദ്ധിച്ചു ഉള്ള നീക്കമാകും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായ നടപടി സർക്കാർ തുടങ്ങി വെച്ചു കഴിഞ്ഞു. എത്രത്തോളം പരാതികൾ വരുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം അവധി അപേക്ഷിച്ച് പോകാം. അദ്ദേഹം വന്നാൽ വീണ്ടും കാര്യങ്ങൾ കൂടുതൽ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് മാറും. കോൺഗ്രസ് പ്രതിരോധത്തിലാകും. ഇപ്പോൾ തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഈ സഭാ സമ്മേളനത്തെ അഭിമുഖീകരിക്കുക? സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഒരു സഭാ സമ്മേളനം സർക്കാരിനെതിരായ കുറ്റപത്രത്തിന്റെ അവതരണമാകും. സർക്കാരിനെതിരായ നിരന്തര പ്രക്ഷോഭങ്ങളുടെ വേലിയേറ്റം സഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷമാകില്ല ഈ 15-ാം തീയതി, സെപ്റ്റംബർ 15-ാം തീയതി നിയമസഭയിലേക്ക് വരിക. അവിടെ തീർത്തും പ്രതിരോധത്തിലാകുന്ന ഒരു പ്രതിപക്ഷമാകും വരിക. അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷം ആരോപിക്കും പോലെ CPM-ഉം BJPയും തയ്യാറാക്കിയ ഗൂഢാലോചന, വ്യാജ ആരോപണങ്ങളെന്ന് തെളിയിക്കാൻ കോൺഗ്രസ് നേതൃത്വം കഴിയണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം തെളിയിക്കാൻ പോലും തയ്യാറല്ല. അത് രാഹുൽ തന്നെ തെളിയിക്കട്ടെ നിലപാടാണ്, തെളിയിക്കണം. അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ബോംബുകൾ ഇവിടെ വീണ് പൊട്ടണം. അതിന്റെ ആഘാതം CPM-നും BJPക്ക് അപ്പുറത്തേക്ക് CPM-നുണ്ടാകണമെങ്കിൽ മാത്രമേ നിയമസഭയിൽ മുഖം രക്ഷിക്കാൻ, നിയമസഭയിൽ വീറോടെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയൂ. അത്തരമൊരു രാഷ്ട്രീയ ബോംബ് കാത്തിരിക്കുകയാണ് UDF-ഉം കോൺഗ്രസുമൊക്കെ. അത് സംഭവിക്കുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായ, അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായ, അക്ഷരാർത്ഥത്തിൽ പിൻബെഞ്ചിലായ ഒരു പ്രതിപക്ഷത്തെ നമുക്ക് നിയമസഭയിൽ കാണേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയം നീങ്ങുന്നത്? ഏറ്റവും രാഷ്ട്രീയമായ കൗതുകം, ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് സാധാരണ രീതിയിൽ വർദ്ധിത വീര്യത്തോടെ പ്രതിപക്ഷം തങ്ങളുടെ പ്രകടനം പുറത്തെടുക്കുന്നതാണ് എപ്പോഴും നിയമസഭയിലായാലും അല്ലെങ്കിലും ഒക്കെ കാണാറുള്ളത്. പക്ഷേ അതിന് പകരം പ്രതിരോധത്തിലായ, ദുർബലരായ ഒരു പ്രതിപക്ഷമാണ് ഇത്തവണ നിയമസഭാ സമ്മേളനത്തിന്
നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് രാഷ്ട്രീയ ബോംബുകൾ എന്തെങ്കിലും പൊട്ടുമോ? പക്ഷേ ഇന്നലെ വി ഡി സതീശൻ തന്നെ പിറകോട്ട് പോകുന്നതാണ് കണ്ടത്. ബോംബെന്ന് താൻ പറഞ്ഞിട്ടില്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് പിറകോട്ട് വെക്കുന്ന വി ഡി സതീശനെയാണ് ഇന്നലെ കണ്ടത്. ഇന്ന് സംഭവ ബഹുലമാക്കാൻ പോകുന്നത് ഈ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ എന്തൊക്കെ നടപടികൾ, പരാതിക്കാരെ കണ്ടെത്താൻ കഴിയുമോ, പരാതി കൊടുക്കാൻ അവർ തയ്യാറാവുമോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ തെളിവുകൾ എന്തെങ്കിലും ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇപ്പോൾ ഉള്ള ദുർബലമായ കേസിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. ഇനി